എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരപ്പൻ്റെ ചരമദിനത്തിന് ഒത്തിരിയധികം കാശ് വാരി ചെലവാക്കുന്ന ഒരു മകനെ കാണാനിടയായി. എല്ലാവരോടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, എൻ്റെ അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്കൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയൊക്കെ ചെലവാക്കുന്നത് എന്നായിരുന്നു. ശരിക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതൊക്കെ കണ്ട് സ്വർഗത്തിരുന്ന് അപ്പൻ സന്തോഷിക്കുകയായിരുന്നോ അതോ വിഷമിക്കുകയായിരുന്നോ എന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ആദ്യ കുർബാന ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു പള്ളിയിലേക്ക് ചെന്നപ്പോൾ പള്ളിയിലേക്ക് കയറില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ കാണാനിടയായി. അവൾ തൻ്റെ ആദ്യ കുർബാനയ്ക്കായിട്ട് തൻ്റെ അമ്മയോട് ചോദിച്ച ഗിഫ്റ്റ് തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയി മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന തൻ്റെ അപ്പൻ്റെ സാന്നിധ്യമായിരുന്നു. തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ആ സ്ത്രീ ആ മനുഷ്യനെ വിളിക്കുന്നുണ്ട്. അയാൾ വരാം എന്ന് ഉറപ്പ് കൊടുക്കുന്നതിനെ പ്രതി ആ മകൾ ആദ്യ കുർബാന ചടങ്ങിന് വേണ്ടിയിട്ട് ഓക്കെ പറയുവാണ്. പക്ഷേ അന്നേ ദിവസം അവിടെ എത്തുകയോ അവർ വിളിച്ചപ്പോൾ ഫോണ് പോലും എടുക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ താൻ പള്ളിയിലേക്ക് കയറില്ല എന്ന് പറഞ്ഞ് ആ മകള് വാശി പിടിച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിൽ നിശബ്ദയായി ഉത്തരവൊന്നും കൊടുക്കാൻ സാധിക്കാതെ, ഒന്ന് കരയാൻ പോലും സാധിക്കാതെ നിൽക്കുന്ന ഒരു അമ്മയെ ഞാൻ അവിടെ കാണാനിടയായി. പണ്ടെപ്പോഴോ കേട്ട് പറഞ്ഞ ഒരു കഥ ഇങ്ങനെയായിരുന്നു. മദേഴ്സ് ഡേക്ക് ഒരു മകള് തൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അടുത്തുള്ള ഒരു കവലയിലേക്ക് ചെന്ന് അമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം. കവലയിലേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്ന പൂക്കടയിലെ റോസാപ്പൂ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അത് അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ ആ പൂക്കടയുടെ അടുക്കേക്ക് ചെല്ലുന്നു. പക്ഷേ ആ റോസാപ്പൂവിൻ്റെ വില കണ്ട് അവൾ അവിടെ തന്നെ നിന്ന് പോവാണ്. റോസാപ്പൂവിന് ഒരു പൂവിന് 5 രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവൾ തൻ്റെ കൈ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ കയ്യിൽ 2 രൂപ നാണയങ്ങൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അവൾ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നു. ആ ഒരു സമയത്ത് ആ പൂക്കടയുടെ മുന്നിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നു. കാറിൻ്റെ വിൻഡോ സീറ്റ് പതിയെ ഇങ്ങനെ താഴ്ന്നു. അകത്തു നിന്ന് ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, ചേട്ടാ ഒരു ബൊക്കെ വേണം, ഹാപ്പി മദേഴ്സ് ഡേ എന്ന് ടാഗ് ലൈൻ വെക്കണം, എന്നിട്ട് ഞാൻ പറയുന്ന അഡ്രസ്സിലോട്ടൊന്ന് അയച്ചിരുന്നാൽ മതി, എനിക്കിപ്പോൾ സമയമില്ല, ജോലിയുടെ തിരക്കാണ്, അമ്മയെ പോയി കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഫ്ലവർ ഒറിജിനൽ വേണോ അതോ പ്ലാസ്റ്റിക് വേണോ സാർ എന്ന് ചോദിക്കുമ്പോൾ അത് പ്ലാസ്റ്റിക് മതി, കാരണം ഇത് എത്താനായിട്ട് കുറച്ച് നാളെടുക്കും എന്ന് പറഞ്ഞ് ആ മനുഷ്യനകത്ത് തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് പതിയെ ആ മനുഷ്യൻ കാറിൻ്റെ സൈഡ് മിററിലൂടെ നോക്കുമ്പോൾ ഈ കുഞ്ഞിനെ കാണുന്നുണ്ട്. അപ്പോൾ അവളുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് ഈ മനുഷ്യൻ പതിയെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി വന്ന് ആ മകളോട് ചോദിക്കുന്നു, എന്താ മകളെ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ വിഷമം പറയുന്നു, ചേട്ടാ എൻ്റെ കയ്യിൽ 2 രൂപയേ ഉള്ളൂ, ഞാൻ ആ റോസാപ്പൂ മേടിക്കാനായിട്ട് വന്നതാണ്, പക്ഷെ അതിന് 5 രൂപയാന്ന് പറയും. അപ്പം അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് ആ മനുഷ്യൻ, നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ എടുത്തോ, ഞാൻ പേ ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തോടെ ഓടിപ്പോയിട്ട് അതിൽ നിന്നൊരു റെഡ് കളർ റോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നു, നമുക്ക് ഇത് മാത്രം മതിയോ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ, ഞാൻ പേ ചെയ്തോളാം എന്ന് ആ മനുഷ്യൻ പറയുന്നു. പക്ഷെ അവൾ പറയുന്നു, ഇല്ല ചേട്ടാ എനിക്കിത് മതി, ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്നതാണ്. അപ്പോൾ ആ മനുഷ്യൻ അത് പേ ചെയ്യുന്നു. എന്നിട്ട് ഈ മോളുടെ വീട് എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ദൂരേക്ക് ഇങ്ങനെ കൈ ചൂണ്ടുന്നുണ്ട്. അപ്പം അത്യാവശ്യം ദൂരെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യൻ താൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് മകളെ കാറിലേക്ക് കയറ്റി മുന്നോട്ട് നീങ്ങുന്നു. കാറിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, മദേഴ്സ് ഡേ ആയിട്ട് അമ്മയ്ക്ക് പൂ മാത്രമാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതെന്ന്. അപ്പോൾ മനുഷ്യന് ചിരിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ ഞാനൊരു ഡാൻസ് കൂടെ പഠിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ ഈ പൂ കൊടുത്തിട്ട് അമ്മയ്ക്ക് ഈ ഡാൻസും കളിച്ച് കാണിച്ചു കൊടുക്കുമെന്ന്. അപ്പോൾ ഈ മനുഷ്യന് അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ ഈ മനുഷ്യൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നതും, സ്കൂള് വിട്ട് വന്ന് കയ്യിലിരിക്കുന്ന ബാഗ് വലിച്ചെറിഞ്ഞ് ഓടിപ്പോയി അമ്മയുടെ മടിയിലിരുന്ന് സ്കൂളിൽ നടന്ന ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്ന ഒരു സീനറി മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് മോള് പറയുന്നു, ചേട്ടാ സ്ഥലമെത്തി, ഇതാ എൻ്റെ വീട്, ചേട്ടാ ആയോ ഞാൻ അമ്മയെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് ആ മോളിങ്ങനെ കഥക് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ഈ മനുഷ്യനും പുറകെ ചെല്ലുന്നുണ്ട്. ഈ കുഞ്ഞ് വീടിൻ്റെ നേരെ മുന്നോട്ട് ചെന്ന് വടക്കേ വശത്തേക്ക് തിരിഞ്ഞ് പതിയെ നീങ്ങുന്നു. ഈ മനുഷ്യൻ പുറകെ പോകുന്നു. അപ്പോൾ ഈ മനുഷ്യൻ കാണുന്നത് വീടിൻ്റെ വടക്കേ വശത്ത് തിളങ്ങുന്ന ഗ്രാനൈറ്റുകളിൽ കൊണ്ട് പൊതിഞ്ഞ ഒരു കല്ലറയുടെ പുറത്ത് ഈ മകളുടെ ഒരു റോസാപ്പൂ കൊണ്ടുവച്ചിട്ട് നിഷ്കളങ്കയായി അതിൻ്റെ മുൻപിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതാണ്. ഈ മനുഷ്യനൊന്ന് പകച്ചു നിന്നുപോയി. അയാൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. നിശബ്ദനായിട്ട് ആ മനുഷ്യൻ പതിയെ തിരികെ വന്ന് കാറിൽ കയറി. അയാൾ ആ പൂ ഓർഡർ ചെയ്ത് അതേ ഫ്ലവർ ഷോപ്പിലെത്തുന്നു. ചേട്ടാ ഫ്ലവർ ഒറിജിനൽ വെച്ചാൽ മതി, ചേട്ടൻ അയക്കണ്ട, ഞാൻ പോകുന്നുണ്ട് എൻ്റെ അമ്മയെ കാണാനായിട്ട്
എൻ്റെ കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ ബൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനുണ്ട്. ശരിക്കും നമ്മുടെ അമ്മയും അപ്പനും ഒക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ ടെൻഷനൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവർ ജസ്റ്റ് നമ്മളോട് ചോദിക്കുന്ന പോലെ ഈ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സീരിയൽ എങ്ങനെയാണ് എടുക്കുന്നത്, അതൊന്ന് എടുത്തു തരാമോ എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ആ ഒരു ജോലിയുടെയും ആ ഒരു കോളേജിലെ ടെൻഷനൊക്കെ കാരണം ഇപ്പോൾ സീരിയൽ കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് കേൾക്കാണ്ട് പോകുന്ന, അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സമയം കൊടുക്കാതെ പോകുന്നൊരു സമയമുണ്ട്. പക്ഷേ ഇതൊക്കെ അവർക്ക് സന്തോഷം. വൈകുന്നേരം ഒന്ന് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് വളഞ്ഞിരുന്ന് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നത് കേൾക്കാനായിട്ട് ഈ അമ്മ ഈ അപ്പൻ ഒത്തിരിയധികം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ അപ്പനും അമ്മയൊക്കെ വളരെ സിമ്പിളാണ്. അവർക്ക് രത്നങ്ങൾ കൊണ്ടുള്ള മാലയോ കമ്മലോ വളയോ ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമയം, അതും എപ്പോഴും നമ്മൾ അവരുടെ കൂടെ ആയിരിക്കണം എന്നല്ല അവർ പറയുന്നത്. പക്ഷെ ഒരു കുറച്ച് സമയം രാവിലെ മുതൽ വൈകിട്ട് വരെ നമുക്ക് വേണ്ടിയിട്ട് അടുക്കളയിലും ജോലി സ്ഥലത്തും ഒക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന നമ്മളെ അമ്മ, നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി ടെൻഷൻ എടുക്കുന്ന, ജോലി ചെയ്യുന്ന, ഒത്തിരി കഷ്ടപ്പെടുന്ന നമ്മുടെ അപ്പൻ, വൈകുന്നേരം അവരൊന്ന് റെസ്റ്റ് എടുത്ത് നമ്മളോടൊപ്പം ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ അവരാഗ്രഹിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നമ്മുടെ ജോലി സ്ഥലത്ത് നടന്ന ചില തമാശകൾ, നമ്മുടെ ടെൻഷൻസ്, നമ്മുടെ കോളേജിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് രസകരമായിട്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക, ഇതൊക്കെ പറഞ്ഞൊന്ന് ചിരിക്കുക. അതൊക്കെ അവരാഗ്രഹിക്കുന്നുള്ളൂ. ഇത്രയും നിഷ്കളങ്കരാണ് നമ്മുടെ പാരൻസ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അവർ ഹോട്ട്സ്റ്റാറിലൊന്ന് സീരിയലിട്ട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എടാ ഇന്ന് എന്താ ഓഫീസിൽ നടന്നേ, ഇന്ന് എന്താ കോളേജിൽ നടന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ മുന്നിൽ കടിച്ചു തീരാൻ നിൽക്കാതെ, അല്ലെങ്കിൽ അവരെ കേൾക്കാണ്ട് പോകാതെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ അത്താഴത്തിന് നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് അപ്പനും അമ്മയോടും, അപ്പം എൻ്റെ ഓഫീസിൽ ഇങ്ങനെയൊക്കെയാണ് നടന്നത്, എൻ്റെ കോളേജിൽ എൻ്റെ സ്കൂളിൽ ഇങ്ങനെയൊക്കെയാണ് നടന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ മുഖവും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ആ ഒരു സമയത്ത് അവരുടെ മുഖം എത്ര തെളിച്ചത്തിലായിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് ഇത്രയധികം അവർ ചെയ്തു തന്നിട്ടും നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണ്ട. ഇന്ന് അവരുടെ മുഖത്ത് വരാൻ പോകുന്ന ആ ഒരു സെക്കൻഡുകളിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മിനിറ്റുകളിലായിരിക്കും അവരുടെ മുഖത്ത് വരാൻ പോകുന്ന ആ ഒരു പുഞ്ചിരി, ആ ഒരു സന്തോഷത്തിനാകട്ടെ നമ്മുടെ ഈ ഒരു ഡേ. അതിനേക്ക് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം.